വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഷോപ്പിങ്ങിന് പോകാനുണ്ട്, അതേപോലെ തന്നെ നല്ല ജലദോഷം പിടിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോകണം, ടൈം ആയിട്ടുണ്ട്. നമുക്ക് പോകാം. അപ്പോൾ ലിഫ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തെ ഫുഡിനൊക്കെ ലഞ്ചും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ താഴെ എടുത്ത് വെക്കും, ഇല്ലെങ്കിൽ പിന്നെ അവിടെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഫുഡ് ഉണ്ടാവത്തില്ല വരുമ്പോഴത്തേക്ക്. അങ്ങനെ ഇത് ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുവാണ്. ഞാനിപ്പോൾ ഉള്ള സ്ഥലം ഞാൻ കൊച്ചിയിലാണ്, കൊച്ചി കാക്കനാടാണ് ഉള്ളത്. അപ്പം ഇത് വരുന്നത് സെസ്സിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഹോസ്റ്റലിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു SFSൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. ഫ്രണ്ട് കാണുന്നതാണ് മുത്തൂറ്റിൻ്റെ കമ്പനി, അപ്പുറത്തെ സെസ്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇനി ഇപ്പം വന്നിട്ട് നല്ല മഴക്കാറൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ അങ്ങനെ ബസ്സിൽ കയറുന്നൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കാക്കനാട് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഞാൻ പോയത് ഒരു ഹെൽത്ത് സെൻറ്ററിലാണ്. അവിടെ ആകുമ്പോൾ 2 രൂപ കൊടുത്താൽ മതി. 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മരുന്നും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ. ഭയങ്കര കോപ്പറേറ്റീവ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര അറവാണ്, ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയില്ല. അപ്പോൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇതെന്ന് പറയുന്ന അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർക്കാണിത്, ചിൽഡ്രൻസ് പാർക്കാണിത്. ഭയങ്കര നല്ല വൈബാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ ഇപ്പുറത്തൊരു സ്കൂളുണ്ട്. അങ്ങനെ വീണ്ടും നടക്കുവാണ്. ഇപ്പം നടന്ന അതേ ഡിസ്റ്റൻസ് ബാക്കോട്ട് നടന്നിട്ടാണ് അടുത്ത നമുക്ക് പോകാനുള്ള ലൊക്കേഷനിലേക്ക് പോകേണ്ടത്. സോ ഇന്നിവിടെ ഭയങ്കര തിരക്ക് കുറവാണ്. സോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഉണ്ടാവുക. ബ്ലോക്കായി പോകാനും എടുക്കാനും പറ്റാത്ത വിധത്തിലുണ്ടാവുക. ഇത് എസ്പെഷ്യലി ഇന്ന് സൺഡേയും കൂടിയാണ്. അതുകൊണ്ട് ഭയങ്കര ആൾക്കാരും കുറവാണ്, വണ്ടിയും കുറവാണ്. അതുകൊണ്ട് നല്ല കാമായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. നടക്കുന്ന ആൾക്കാർക്ക് നല്ല സുഖമാണ്. അതേപോലെ തന്നെ മഴക്കാറും കൂടി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ എന്നുള്ളത്. ആ ഒരു റോഡ് കാണുന്ന റൈറ്റിലേക്ക് പോകുന്ന റോഡാണ് ഇൻഫോ പാർക്കിലേക്ക് പോകുന്നത്. അപ്പം നമ്മളുടെ സ്ഥലത്ത് റൈറ്റ് ഉണ്ട്. ഈ ബാറില്ല കേട്ടോ, ബാറിന് തൊട്ട് ബാക്കിൽ കിടക്കുന്ന അവിടെ ഒരു തൃക്കാക്കര ഫാമിലി ഹെൽത്ത് സെൻ്റർ അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഓട്ടോക്കാരൊക്കെ നോക്കുവാണ് ഇതെന്ത് ഈ കൊച്ചു ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പം ഇതാ ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് കാമായിട്ട് പോയിട്ട് പെട്ടെന്ന് പോയിട്ടിങ്ങ് വരാം. കാമായിട്ടെന്നല്ല, പെട്ടെന്ന് പോയിട്ടിങ്ങ് വരാവുന്നതാണ്. അപ്പം അങ്ങനെ 2 രൂപ കൊടുത്തു. പേരും നമ്പറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടോക്കൺ നമ്പർ തരും. അപ്പം ടോക്കൺ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലാകെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരങ്ങ് പോയി. എൻ്റെ ടേൺ വന്നു. ഞാൻ കാണിച്ചിട്ട് എന്നോട് ജസ്റ്റ് മരുന്ന് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫാർമസീൻ്റെ സൈഡിലേക്ക് വന്നു. അവിടെ ക്യൂ നിൽക്കെ അവർ പെട്ടെന്ന് ആൾ മരുന്നുകൾ പെട്ടെന്ന് കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ 2 മരുന്നുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണനെ പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഞാൻ വാങ്ങിച്ചില്ല, അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് കാക്കനാട് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അവിടെ നിന്ന് ഇനി സൗത്തിലേക്കുള്ള ബസ് കയറണം. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കയറിയത് ഫോർട്ട് കൊച്ചി ബസ്സിലായിരുന്നു. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഇതുവരെ പോകാത്ത റൂട്ടിലേക്കായിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു. കയറുമ്പം തന്നെ ഞാൻ കയറിയത്. ഇത് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ സെയിം റൂട്ടാണോ? എനിക്ക് പോയിട്ട് ഫോർട്ട് കൊച്ചീൻ്റെ ആ ഒരു റൂട്ട് പോയിട്ട് എനിക്ക് തീരെ ഒരു പരിചയമില്ല. ഒരു 1 ടൈമെങ്കിലും പോയി കഴിഞ്ഞാൽ പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവരോട് പറഞ്ഞു എത്തിയാൽ പറയണേന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞ് എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത്. അതുവരെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ എന്നിട്ട് അവിടെ ഇറങ്ങിയത് എനിക്കറിയാത്തൊരു സ്റ്റോപ്പിലാണ്. അപ്പം വഴി അറിയാതെ കുറേ മാപ്പൊക്കെ വെച്ചിട്ട് എവിടത്തേക്ക് പോകേണ്ടതെന്നൊക്കെ നോക്കുമ്പോൾ അവിടെ നിന്നപ്പം കുഴപ്പമൊന്നുമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നൊക്കെ കണ്ടു. അപ്പം പിന്നെ ഒരു കോൺഫിഡൻസായി അങ്ങനെ ക്രോസ് ചെയ്ത് നടക്കാൻ തുടങ്ങി. ഇവിടേക്ക് ഭയങ്കര ആൾ കുറവാട്ടോ. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആൾക്കാരുണ്ടാകുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ എന്ന് പറയുന്നത് ബൊട്ടീക്സ്, അതേപോലെ തന്നെ ഈ വെഡ്ഡിങ്ങിന് ആവശ്യമുള്ള എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഏരിയയാണിത്.
അപ്പം ഇത് ആദ്യം നോക്കുന്ന സമയത്ത് ഒരു ഷോപ്പ് മാത്രമേ ഇങ്ങനെയുള്ളൂ എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ ഇവിടുത്തെ ഈ ഒരു റൂട്ടിലെത്തിയപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്ലേസ്. എനിക്ക് ആ ഒരു ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൊക്കേഷനും ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരു 9 മിനിറ്റിൻ്റെ വാക്കാണുള്ളത്. ആ 9 മിനിറ്റ്സ് വാക്കാണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര മടിയാണ്. ഇവിടെ ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കുറേ പേര് വരുമ്പോഴത്തേക്ക് ഭയങ്കര മടി. ഇവിടെ ഇപ്പോൾ ഇതാ മഴയൊക്കെ പാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതാ പിന്നെ വൈകുന്നേരം ലുലു മാളിൽ പോകാമെന്ന് വെച്ച്. ഇവിടുന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം ലുലു മാളിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഡയറക്റ്റ് പോവുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ പറ്റത്തില്ല. നല്ല മഴയാണെങ്കിൽ പിന്നെ പെട്ടുപോകും. രാത്രി എസ്പെഷ്യലി സൺഡേ ആയതുകൊണ്ട് കൂടി ബസ്സൊന്നും കിട്ടത്തില്ല. നോക്കട്ടെ ലൊക്കേഷൻ അവിടെ എത്തി. ഞാൻ ഏതെങ്കിലും വഴിക്ക് തിരിഞ്ഞു പോയോ. അപ്പോൾ ഇതാണ് പ്ലേസ്, ഊർവശി. ഇവിടെ ഞാൻ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. ഈ റീൽസും ഷോർട്സൊക്കെ കണ്ടിട്ട് ഓക്കെ ഇവിടെ കുറേ സാധനമുണ്ട്, ഒരു തവണയെങ്കിലും വന്ന് നോക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ഷോപ്പും കൂടിയാണ്. അപ്പോൾ അവിടുന്ന് 2 സാധനമൊക്കെ എടുത്തിട്ട് അതിൻ്റെ കമൻറ്റ് ഒരു റിങ് ടൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ വന്നത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു വീഡിയോ എടുത്തോട്ടെ. അവർ പറഞ്ഞു ഓക്കെ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല, ടാഗ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീഡിയോ എടുത്ത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പം വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിക്സിലുള്ള റിങ്സ് ആണെങ്കിലും ഫാൻസി ടൈപ്പ്, അതേപോലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ളത്, അങ്ങനെ പല മോഡൽ റിങ്സ് ഉണ്ട്. ലക്ഷറിയസ് തുടങ്ങിയിട്ട് നോർമൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വിധത്തിൽ ഒരു നോർമൽ ബജറ്റിനുള്ള ആ ഒരു റേഞ്ചിനുള്ള വരെയുണ്ട്. അപ്പം ഇതിലുള്ളൊരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ റേറ്റ് നല്ല കൂടുതലാണ്. ഒരു 6000. ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു കളക്ഷൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി മാലകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഈ ഒരു കാണുന്നൊരു നെക്ക് പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ ഞാൻ കണ്ണ് തള്ളിപ്പോയി. അതിനാണ് ഒരു 6000 ഉണ്ട്. ബാക്കി എല്ലാത്തിനും ആ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത്. പക്ഷേ എങ്കിൽ ഒക്കെ അടിപൊളി സെലക്ഷനാണ്. ഇപ്പോൾ ഒരു മാരേജിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് എടുത്താൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ മോഡൽ, ഓരോ ഭയങ്കരമായിട്ട് കളക്ഷൻസ് ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ ആൻറ്റിക്സിൽ, അതേപോലെ തന്നെ ലോങ് ചെയിൻ, എനിക്ക് ഇതിൻ്റെ ഒന്നും കറക്റ്റ് പേരുകളോ കാര്യങ്ങളോ അറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ബാംഗിൾസൊക്കെ കണ്ടോ, നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത്, പല കളറ്, പല വെറൈറ്റി, അതേപോലെ തന്നെ ഒക്കെ ഫങ്ഷന് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ളതാണ്. അതേപോലെ തന്നെ ഇത് ആങ്ക്ലെറ്റ്സ് ആണ്. ഇതിൽ ഒരു പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അത് ഞാൻ എടുക്കുന്ന ഈ ഒരു പീസാട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടും വന്നപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പീസും കൂടിയാണിത്. അപ്പം ഈ ഒരു മോഡല് കാലിന് വെച്ചിട്ട് നല്ല രസമുള്ളൊരു ടൈപ്പ്. അപ്പം ഇതിൽ സിമ്പിളായിട്ടുള്ളതും അതേപോലെ തന്നെ ഇതൊക്കെ ഒരു ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ്. അതും ഇവിടെ അവൈലബിൾ ആണ്. മേലേക്ക് കാണുന്ന സിമ്പിൾ മോഡൽസാണ് വരുന്നത്. ഇപ്പോൾ താഴെയാണെങ്കിലും ബീഡ്സിൽ വരുന്ന, സ്റ്റോൺസിൽ വരുന്ന അതൊക്കെയാണുള്ളത്. ഇതിപ്പോൾ ലോങ് ചെയിൻസ് ആണ്. അതേപോലെ തന്നെ കുഞ്ഞി കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഈ മുത്തിൻ്റെ മാലകൾ, അങ്ങനത്തെയൊക്കെ അവിടെ നല്ല വെറൈറ്റി ഉണ്ട്. ഇത് കണ്ടോ, കുഞ്ഞിക്കുട്ടി ബാംഗിൾസ് സെലക്ട് ചെയ്ത് എടുക്കുവാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പല വെറൈറ്റി ഓഫ് ബാംഗിൾസ്, അതേപോലെ തന്നെ പൊട്ട്, ഇതൊക്കെ വരുന്നത് നമ്മളെ നെക്ലേസ് എന്നല്ലേ പറയാം, അങ്ങനത്തെ ആ ഒരു വെറൈറ്റിയിൽ വരുന്നതാണത്. അടുത്ത സെക്ഷൻ ഇത് കഴിഞ്ഞിട്ട് മേലോട്ടേക്ക് കയറുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. ഞാൻ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ബാംഗിൾസ് ആണ് വരുന്നത്. ബാംഗിൾസ് ആണോ ബ്രേസ്ലെറ്റ്സ് ആണോ പറയുന്നത്, ഈ കറക്റ്റ് ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേങ്കിൽ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ കളക്ഷൻസ്. പിന്നെ ഇതൊക്കെ ഈ സിമ്പിളായിട്ട് നമുക്കിപ്പം ഒരു വളയൊക്കെ ഇട്ടാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, സ്റ്റോണിൻ്റെത്, അങ്ങനെയൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ആൻറ്റിക്സിൽ വരുന്ന ഈ പണ്ടത്തെ മോഡൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുതന്നെ കാണുമ്പോൾ നല്ല ഗോൾഡ് പോലെ തന്നെയാണുള്ളത്. അതും നല്ല വെറൈറ്റി ഉണ്ട്, അവിടെ സെലക്ഷൻ ഉണ്ട്.
ഇത് ഫുൾ ബാംഗിൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതിൽ ഈ സെക്ഷനിൽ വരുന്നത് മേലെ മൊത്തം ആൻറ്റിക്സ്, ഇവിടെ വരുന്നത് ഈ എൻഗേജ്മെൻറ്റും അതേപോലെ തന്നെ ഈ റിസപ്ഷനൊക്കെ ഇടുന്ന ടൈപ്പ്, ഈ നമ്മൾ ഈ ലെഹങ്കേൻ്റെ കൂടെ അല്ലെങ്കിൽ സാരിയുടെ കൂടെയൊക്കെ ഫാൻസി ടൈപ്പ് വരുന്നില്ലേ, അതിൻ്റെ കൂടെയൊക്കെ ഇടുന്ന പോലത്തെ അവിടുത്തെ കുറേ മോഡൽസും കാര്യങ്ങളുണ്ട്. മോഡൽസ് അല്ല, നല്ല വെറൈറ്റി ബാംഗിൾസ് ഉണ്ട്. അതേപോലെ തന്നെ അതൊക്കെ കാണുന്ന കുപ്പി വളകളാട്ടോ താഴെ കാണുന്നത്. പിന്നെ മേലെയുള്ള ത്രെഡ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് പൊട്ടൊക്കെ ഓക്കെ കുഴപ്പമില്ല. പിന്നെ വരുന്നത് ഈ സൈഡിൽ കംപ്ലീറ്റ് ക്ലിപ്പുകളാണ്. ഇങ്ങനത്തെ സ്റ്റോൺ വർക്കുള്ള ക്ലിപ്പുണ്ട്, അതേപോലെ തന്നെ നോർമലായിട്ടുള്ളത്, അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ഒരു സെക്ഷൻ. അപ്പുറത്തെ സൈഡിലാണെങ്കിലും സെയിം ക്ലിപ്സ്. ഇപ്പുറത്തെ സൈഡാണ് കുറച്ച് ബാഗ്സും കാര്യങ്ങളൊക്കെയുള്ള. പിന്നെ അധികം ഞാനത് ഷൂട്ട് ചെയ്തില്ല, ഇപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജും കുറയാൻ തുടങ്ങി. ഇതൊക്കെ പറയുന്നത് നമ്മൾ ഈ സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡൊക്കെ കുത്തുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ മോഡല്. പിന്നെ ഇതൊക്കെ സ്റ്റഡ്, അതേപോലെ തന്നെ ക്ലിപ്സ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സെക്ഷനാക്കി വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കുന്നതിനും എടുക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. പിന്നെ ഇതൊക്കെ വരുന്നത് കൂട് ടൈപ്പ് വരുന്ന മറ്റേ ജുംക അതിൽ വരുന്ന ഇതാണ്. അപ്പോൾ ഇതിൽ തന്നെ ആൻറ്റിക്സും ഉണ്ട്. പിന്നെ ക്ലിപ്സ്, പിന്നെന്താണ്, പിന്നെ ഇതിൽ തന്നെ സ്റ്റോൺ വർക്ക് വരുന്നതുമുണ്ട്. നോർമൽ ആൻറ്റിക്സ് അല്ലാണ്ട് സ്റ്റോൺ വർക്ക് വരുന്ന, എനിക്ക് ഇതറിയാം, എനിക്ക് ബാക്കിയുള്ളതിൻ്റെ പേരുകളൊന്നും കറക്റ്റ് അറിയത്തില്ല. പക്ഷേ ഇങ്ങനത്തെ കുറേ ഈ കൂടല്ലാണ്ട് വരുന്ന മോഡലും ഉണ്ടല്ലോ, അങ്ങനത്തതും ഉണ്ട് ടൈപ്പ്. പിന്നെ വരുന്നത് ഇങ്ങനത്തെ സ്റ്റോണും അതേപോലെ തന്നെ മുത്തുകളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ടൈപ്പാണ്. പിന്നെ ഈ റിങ്, ഇത് ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അവിടെ വേറൊരു സെക്ഷനിലായിരുന്നു. ഇപ്പോൾ അത് പുതിയ വന്നതാണ് അവിടെ എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെയൊക്കെ ഇങ്ങനത്തെ സ്റ്റോൺ വെച്ച കമ്മൽസ് നോർമൽ, ഇതിനൊക്കെ അത്ര വലിയ റേറ്റ് ഇല്ല. പക്ഷേ നേരത്തെ കണ്ട ആൻറ്റിക് ടൈപ്സിനൊക്കെ കുറച്ച് വിലയില്ല എന്ന് പറയുന്നില്ല, വിലയുണ്ട്. നല്ല റേറ്റുള്ളതും ഉണ്ട്, നോർമൽ റേറ്റുള്ളതും ഉണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ നിന്നാണ് ഞാനൊരു മറ്റേ ബ്ലെൻഡർ ഉണ്ടല്ലോ, ചെറിയ ക്യൂട്ടായിട്ടുള്ള ബ്ലെൻഡേഴ്സ് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഏരിയയാണ്. അവിടെ മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഹെയർ സ്ട്രൈറ്റ്നർ, പ്രൈമേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ സാധനങ്ങൾ. ഇതിൻ്റെ താഴെ കാണുന്നത് ലെൻസാണ്. അത് ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ചത്. ഞാൻ നോക്കുമ്പോൾ ഇതെന്ത് വേറെ തന്നെ ഒരു സാധനം എന്നുള്ള, അപ്പോഴാണ് ചെന്ന് നോക്കിയപ്പോൾ ലെൻസ് കണ്ടത്. അപ്പം ഇവിടെ കുറേ ഇങ്ങനത്തെ കമ്മൽസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ അധികം റേറ്റ് ഇല്ല കേട്ടോ. ഇതൊക്കെ ഒരു നോർമലായിട്ട് നമുക്ക് നോർമൽ യൂസിനും നോർമലായിട്ട് വാങ്ങാനും പറ്റിയ നോർമൽ റേറ്റിനുള്ളൊരു കമ്മലിൻ്റെ സെക്ഷനാണ് വരുന്നത്. പിന്നെ ഇതിനൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട്, ഒരു 500 അബവ് കൂട്ടിയാൽ മതി. 600, 900 ആ ഒരു റേഞ്ചൊക്കെ വരുന്നൊരു കമ്മലിൻ്റെ ആ ഒരു ടൈപ്പാണത്. അതിൽ കുറേ അവർ റിങ്സും അതേപോലെ തന്നെ സ്റ്റോണും ഒക്കെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അവർ റേറ്റ് പറയുന്നത്. പിന്നെ ഇതൊക്കെ വരുന്നത് ഹാങ്ങിങ് ടൈപ്പ്, നമ്മൾ ഈ കൊറിയൻ ആ ഒരു മോഡൽ വരുന്നില്ല, അങ്ങനെ വരുന്നൊരു കുറച്ച് ടൈപ്പാണത്. അപ്പോൾ അവിടുന്ന് 2 സാധനം വാങ്ങിച്ച്, ഞാൻ ഉദ്ദേശിച്ച വള അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെയുള്ള ഷോപ്പുകളാട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ തന്നെ കുറേ കമ്മലും അതേപോലെ തന്നെ മാല കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ എനിക്ക് ഇവിടെ ഊർവശിയിൽ കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയ കുറച്ചുകൂടെ എല്ലാ ഇതിനും അപേക്ഷിച്ചിട്ട് തോന്നിയെന്ന് വെച്ചാൽ അവരുടെ അറേഞ്ച്മെൻറ്റ്സ്. നമുക്കിപ്പം പോയി കഴിഞ്ഞാൽ ഓരോ സെക്ഷനും നമുക്ക് നോക്കാൻ പറ്റും. മറ്റേത് കളക്ഷൻസ് ഉണ്ട്, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കളക്ഷൻസ് ഇല്ല എന്നല്ല, നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ളത് പോലെ തോന്നി. എനിക്കത് മാത്രമേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവിടെയും
എല്ലാവിടെയും എന്താ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിലേക്ക്. പോയത് അടുത്തുള്ളൊരു മെട്രോയിലേക്കാണ്. അപ്പോൾ ഇതാ മഹാരാജാസിൻ്റെ അടുത്തെത്തി. ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് മെട്രോ പോവാണ്. ഭയങ്കര ടെൻഷനുണ്ട്, പേടിയുണ്ട്. കാരണം ഇതുവരെ എനിക്ക് കറക്റ്റ് അറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ചെയ്യേണ്ടത്. ഒരാൾ കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ ആ വഴിക്ക് ആ ഫ്ലോയിലങ്ങ് പോകും. അപ്പോൾ ഇതെനിക്കറിയത്തില്ല. നോക്കിയോക്കാം, ഇങ്ങനെയല്ലേ പഠിക്കാം. അപ്പോൾ അവിടെ കയറിയപ്പം ഭയങ്കര ഒരു കോമഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് അവരോട് ചോദിച്ചു ഏത് പ്ലാറ്റ്ഫോമിലാണൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു ലിഫ്റ്റ് കയറിയിട്ട് നേരെ പി പ്രസ് ചെയ്താൽ മതി, അപ്പം പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നൊരു ചേച്ചീനെ കണ്ടോ, അവരും കൂടി അവിടുത്തെ സ്റ്റാഫാണ്. അത് നമ്മൾ രണ്ടാളും കയറി. ഞാൻ വീഡിയോ എടുക്കേണ്ട തിരക്കിൽ രണ്ടാളും പ്രസ് ചെയ്തില്ല. ഗ്രൗണ്ടിൽ തന്നെ കുറേ നേരം നിന്നു. എന്നിട്ടാണ് പറഞ്ഞത് ഇതെന്താ മൂവ് ആവാത്തത്. എന്നിട്ടാണ് നമ്മൾ രണ്ടാളും കൂടി പ്രസ് ചെയ്തത്. അവരോടും മറന്നുപോയി, എന്താണെന്നറിയില്ല. പിന്നെ നേരെ ഇവിടത്തേക്ക് വന്നു. അടുത്ത സെക്യൂരിറ്റിനോട് ചോദിച്ചു ഏതാണ് പ്ലാറ്റ്ഫോം. അങ്ങനെയെങ്കിൽ കൺഫേം ചെയ്തിട്ട് എനിക്ക് ധൈര്യത്തിൽ നിൽക്കാമല്ലോ. ഇതാണ്, ഓക്കെ. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ മെട്രോ വന്നു. പിന്നെ വേഗം അതിലേക്ക് കയറി. കുറച്ച് തിരക്കുണ്ടായിരുന്നു മെട്രോയിലേക്ക്. അങ്ങനെ മെട്രോ കയറി ഇങ്ങനെ യാത്ര ചെയ്യുവാണ്. ഞാൻ എങ്ങനെയൊക്കെയോ അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു പോർഷൻ മാത്രം ഇങ്ങനെ മാത്രം എടുത്തു. Mind the gap between the train and the platform. പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലുള്ള അകലം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എടപ്പള്ളി ഇറങ്ങി. ഇത് ലുലു മാളിലേക്ക് പോവാണ്. അപ്പം അവിടെ എത്തി. അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് നല്ല കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ 1-2 ഷോർട്സ് മാത്രം എടുത്തിട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പം ഞാനിപ്പം പോകുന്നത് നൈക്കയുടെ സ്റ്റോറിലേക്കാണ്. അതെനിക്ക് തോന്നുന്നു ഫസ്റ്റോ ഗ്രൗണ്ട് ഫ്ലോർ, ഇതിൽ ഫസ്റ്റ് ഫ്ലോറാണെന്ന് തോന്നുന്നു. അവിടെയാണുള്ളത്. 1-2 തവണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് നടന്നു പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് ഉള്ളതിനേക്കാളും നല്ല തിരക്ക്. അപ്പോൾ എങ്ങനെയൊക്കെയോ അതിലേക്കൂടിയൊക്കെ ഇറങ്ങി പിടിച്ച് നേരെ ഒരു ബംബിൾ ബി ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പിള്ളേരൊക്കെ കൊണ്ടുപോകുന്ന അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അതിൻ്റെ ബാക്കിലേ കൂടെ അങ്ങ് പോയി നോക്കുമ്പം അത് വളഞ്ഞു പിടിച്ച് അതങ്ങ് സ്കിപ്പായിപ്പോയി. അപ്പോൾ എനിക്ക് ട്രെയിനിന് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെ നടന്ന് ഇവിടെ ഒരു നൈക്കയുടെ എന്തോ സാമ്പിളോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് അവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്നും നോക്കിയില്ല, അവിടെ ഒന്നും ചെന്ന് നോക്കിയില്ല. നേരെ നൈക്കയുടെ സ്റ്റോറിലേക്ക് മാത്രമാണ് പോയത്. ബാക്കി അതാ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഞാനവിടെ എത്തി. ഉള്ളിൽ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രം വീഡിയോ എടുക്കാമെന്ന് വെച്ചു. വെറുതെ പോയിട്ട് വീഡിയോ എടുത്ത് വഴക്ക് കിട്ടുന്നതിനേക്കാളും നല്ലതല്ലേ ചോദിച്ച് വീഡിയോ എടുക്കുന്ന. അപ്പം ഞാൻ അവിടെ ചെന്ന് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ നോക്കി. അന്നേരമാണ് ഞാൻ ആ സത്യാവസ്ഥ അറിഞ്ഞത്. ഞാനൊരു 500 ബിലോ റേഞ്ചിലുള്ള ഫൗണ്ടേഷൻ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് എടുക്കേണ്ടി വന്നത് ഒരു 1104 വരുന്നൊരു കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനൊക്കെയാണ്. അപ്പോൾ അവരോട് ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പം വേണ്ടാന്നാണ് പറഞ്ഞത്. ഏറ്റവും ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ലൗഡല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ ഫൈൻ, എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ വാങ്ങുവാണെങ്കിൽ നൈക്കയുടെ സ്റ്റോറിൽ എനിക്കിപ്പോൾ നൈക്കയുടെ പോയിട്ട് മാത്രമേ ഇപ്പോൾ ഒരു പരിചയമുള്ളൂ. അപ്പം സ്റ്റോറിൽ പോകേണ്ടത് ഇങ്ങനെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡും കാര്യങ്ങളും അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഓൺലൈനിലെ സെയിം ഡിസ്കൗണ്ട് ഓഫ്ലൈനിൽ കിട്ടുന്നതാണ്. പക്ഷേങ്കിൽ ഓൺലൈനിൽ കണ്ടത് 900. അവരെൻ്റെ അടുത്ത് ആദ്യം എടുക്കുമ്പോഴും പറഞ്ഞത് 900 ആ ഒരു റേഞ്ചിൽ വരുന്നതാണെന്നാണ്. ഞാനിവിടെ എത്തി. ഞാൻ വന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ബില്ല് കാണുന്നത്, ഫോണിൽ വന്നത്. നോക്കുമ്പോൾ ഞെട്ടിപ്പോയിന്. 1104
ഒരു ലിപ്സ്റ്റിക്ക് എടുത്തതാണ്, അത് ഫ്ലോപ്പായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് ടൈം പറയുന്നുണ്ട് ഇട്ടിട്ടൊക്കെ കാണിക്കും. അപ്പോൾ അതിനാണെങ്കിലും ഈ ഓൺലൈനിൽ 200 റേഞ്ച് വരുന്നത് എനിക്ക് ഒരു ഡിസ്കൗണ്ട് ഇല്ലാണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ആ ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടവും പെട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത് ഓൺലൈനായിട്ട് കുറച്ചുകൂടെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇങ്ങനെ ഓഫ്ലൈനായിട്ട് പോകുന്നതിനേക്കാളും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പോയിട്ട് വന്നപ്പോൾ. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞൊരു റേറ്റും ഞാൻ ചെക്ക് ചെയ്യാനും നിന്നിട്ടുണ്ടായിരുന്നില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഫുഡ് കോർട്ട് പോകാൻ നിന്നു. എനിക്കാണെങ്കിൽ ജലദോഷം പിടിച്ച് തീരെ വയ്യാത്തത് കൊണ്ട് ഈ തണുത്തൊന്നും കഴിക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ നേരെ എന്തെങ്കിലും ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. അതിനൂടെ വല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ, സൈഡായിട്ട് കുറച്ച് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പം എനിക്കിഷ്ടപ്പെടുന്ന ഒന്നുമില്ല. അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നേരെ റൗണ്ട് അടിച്ചു. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ട്രെയിൻ കയറി, മെട്രോ കയറി നേരെ തൃപ്പൂണിത്തറയിലേക്ക് അങ്ങ് ഇറങ്ങി. അവിടെ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ട്, കുറച്ച് നല്ല ദൂരമുണ്ട്. അപ്പം ഞാൻ ലുലു മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ മാളിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് നേരെ തൃപ്പൂണിത്തറയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് മെട്രോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹലോ, അപ്പം ഹോസ്റ്റലിലെത്തി. ഇതിൻ്റെ ഇടയിലുള്ള ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം 5% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ താഴെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതെന്തായാലും ചാർജ് കുറയും. സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആൾ വിളിക്കണം തോന്നിക്കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അപ്പം വന്നു. രാവിലെ 10 മണിക്കങ്ങ് പോയിട്ട് എത്തിയത് 4 മണിക്കാണ് ഇവിടെ എത്തുന്നത്. അപ്പം ഒന്നും നോക്കിയില്ല, ഫുഡ് കഴിച്ചു. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലുലുമാന്ന് വാങ്ങിച്ചത് ഒരു ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ടിൻറ്റ് ഇവിടെ തന്നെ കിടപ്പുണ്ട്. എനിക്കിവിടെ വന്ന് കയറിയപ്പോൾ അയ്യോ ദൈവമേ, ഞാനിതെന്ത് വാങ്ങിച്ചിട്ടാണ് വന്നതെന്നുള്ളൊരു പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. ഇനിയിപ്പം മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം, ഫൗണ്ടേഷനും അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കും. ഞാൻ അവിടെ നിന്നൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യട്ടെ എന്ന് അവരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഒന്നും അധികം അങ്ങോട്ടേക്ക് നിർബന്ധിക്കല്ല, ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഇതിനാണ് യൂട്യൂബിലിടാനാണ് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി. പിന്നെ അവിടെ പോയിട്ട് ഇന്ന് പോയ സമയത്ത് വാങ്ങിച്ചത് ഇങ്ങനൊരു പൊട്ടും പിന്നെ ഒരു മേക്കപ്പ് ബ്ലെൻഡറും, ഇങ്ങനത്തെ കുഞ്ഞ് ചെറിയ നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ക്യൂട്ടായി കണ്ടിട്ട് ഞാൻ എടുത്ത് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചെറിയത് നല്ല രസമുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണമാണ് ഇന്ന് അവിടെ നിന്ന് വാങ്ങിച്ച. ഇനിയുള്ളത് ആണ് അവരുടെ പാക്കിംഗ് ഉള്ളത്. ഇങ്ങനെ അഴിച്ചു. ഈ 2 പ്രൊഡക്റ്റാണ് വാങ്ങിച്ചത്. 2നും കൂടി എനിക്കായത് 1400 and something അത്രയായത്. അപ്പം ഈ ഒരു നൈക്കയുടെ അയ്യോ എൻ്റെ ഈ എല്ലാം മെരിച്ച് വാരിയിട്ടിട്ടാട്ടോ ഉള്ള. അപ്പം ഇത് വന്നിട്ട് നൈക്കയുടെ ഏതാ ഡേറ്റ് ഇത് ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, ഇതാണ് കേട്ടോ, ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്. ഇറ്റ്സ് എ ഡേറ്റ്. ഇതാന്ന് തോന്നുന്നു ഷെയ്ഡ് അതിൻ്റെ. സോ ക്രീം, ഐ തിങ്ക് ഇറ്റ്സ് എ ഡേറ്റ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന്. ബാക്കി എവിടെയൊന്നും കാണുന്നില്ല. കുഴപ്പമില്ല. അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ദെൻ കാണൂ, ഫോക്കസ് ചെയ്യൂ,
ഫോക്കസ്. ആ വേറെ ആണുള്ളത്, ഇതാണ് ഏറ്റവും റേറ്റ് കൂടിയ സാധനം, കെ ബ്യൂട്ടി. അപ്പോൾ കെ ബ്യൂട്ടിയുടെ ഇതെന്താ കാണാത്ത, കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് വാങ്ങിച്ചത്. ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ എൻറിച്ച്ഡ് വിത്ത് അവോക്കാഡോ പ്ലസ് മാംഗോ ബട്ടർ. ഇതാണ് സംഭവം. അപ്പം അവിടുന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കുമ്പം കുഴപ്പമില്ല, എന്താ ഭയങ്കര ഡ്രൈ ആയി നിൽക്കുന്നില്ല, അതേപോലെ തന്നെ മാറ്റല്ല, ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെയുണ്ട് 130 എന്താ കാണാത്ത 130 മീഡിയം. ഇതാന്ന് തോന്നി ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. 130 മീഡിയം. ബാക്കി ഒന്നും കാണുവാനില്ല. ഓക്കെ, ഇവിടെ സ്പഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്പഞ്ചുണ്ട്. ഫുൾ സ്പഞ്ചാണോ? സോ ഇതാണ് ആ ഫൗണ്ടേഷൻ. കെ ബ്യൂട്ടി ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ 130 മീഡിയം ബാച്ച് നമ്പർ. അപ്പം ഇതൊന്ന് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. സോ ഗൈസ്, ഇതാണ് ഞാൻ ഫൗണ്ടേഷനിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള ലുക്ക്. ഞാൻ വാങ്ങിച്ച സാധനം. സീരിയസ്ലി എനിക്ക് ലിപ്സ്റ്റിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എൻ്റെ 300 സംതിങ് വെള്ളത്തിൽ പോയി. ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അയ്യോ, എന്ത് ഷോക്കാണ് ബൈ മൊത്തത്തിൽ. ഓക്കെ, ഇതിൻ്റെ മേലെ ഇനി എൻ്റെ അടുത്തുള്ള ഷെയ്ഡ്സ് 1-2 ഇട്ട് നോക്കട്ടെ. അത് ബ്ലെൻഡ് ചെയ്തിട്ട് വരുമ്പം ആ ഒരു ഷെയ്ഡ് നല്ലതാണെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡായില്ലേ നേരത്തെ ഇട്ടതിനേക്കാളും, ഈ നൈക്കയുടെ മാത്രം ഇട്ടതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കറായില്ലേ ഇത്. അപ്പം ഇത് അഡ്ജസ്റ്റബിൾ ആണ്, കുഴപ്പമില്ല. ഇത് രണ്ടും മിക്സ് ചെയ്ത് ഇടുവാണെങ്കിൽ. അപ്പം ഞാൻ മിക്സ് ചെയ്ത ലിപ്സ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേയ്സിലോട്ട് ഇപ്പം വൈറലായിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, DLC025, ആ ഒരു ഷെയ്ഡാണ് എടുത്തത്. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അഡ്ജസ്റ്റബിൾ ആണ്. ഇത്രയേ ഉള്ളൂ. കുറേയൊക്കെ തട്ടിമുട്ടി എങ്ങനെയൊക്കെയോ കുഴപ്പമില്ലാണ്ട് എടുത്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ചാർജ് ഇറങ്ങിപ്പോയതാണ് ഫോണിൻ്റെത്. അതിൻ്റെ മെയിൻ റീസൺ ഉണ്ടായത്, എനിക്ക് അറിയാത്ത സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം ഈ ലൊക്കേഷനും ഡാറ്റയും ബ്ലൂടൂത്തും ഒക്കെ കൂടി ഓണായി. പിന്നെ ഞാൻ അത് ഓർമ്മിച്ചില്ല അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ചാർജ് തീരുന്നതെന്ന് കണ്ടപ്പോഴാണ് ഞാൻ അത് ഓഫ് ചെയ്തിട്ടത്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോയത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ദിവസമായിരുന്നു. രാവിലെ പോയി വന്നു, നല്ല രസമുണ്ടായിരുന്നു പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.